നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുറ്റതാക്കാൻ നാക് അക്രഡിറ്റേഷനിൽ 3.73 എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി A++ കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുന്നുംപുറം കോളനിയിലെ വീടുകൾ നവീകരിക്കുന്നു. PMAY പദ്ധതി വഴിയുള്ള തുകയും ഗ്രാമപഞ്ചായത്ത് ഫണ്ടും ഉപയോഗിച്ചാണ് വീടുകൾ നിർമ്മിക്കുന്നത്. 12 കുടുംബങ്ങൾക്കും വലിയ ആശ്വാസമായിരിക്കുകയാണ് പഞ്ചായത്ത് തീരുമാനം. മാറാടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെടുന്ന കുന്നുംപുറം നഗർ കോളനിയിലെ കുടുംബങ്ങളാണ് ഭീതിയോടെ കഴിഞ്ഞിരുന്നത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ വീട്ടിൽ വയസ്സായവരും നിത്യരോഗികളായവരും വലിയ ദുരിതത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. 1973 സർക്കാർ ഭവന പദ്ധതിയിൽ പണി കഴിപ്പിച്ച വീടുകളാണ് വർഷങ്ങൾക്കു ശേഷം മാറാടി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നവീകരിക്കുന്നത്. ഇടിഞ്ഞു വീഴാറായ വീടുകളിൽ നിന്നും പല കുടുംബങ്ങളും താമസം മാറി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഈ പ്രദേശത്തേക്ക് വഴിയില്ലാത്തതിനാൽ പല സർക്കാർ പദ്ധതികളും ഇവിടെ നടപ്പിലാക്കാനും സാധിച്ചിരുന്നില്ല. ഈ അവസരത്തിലാണ് മാറാടി ഗ്രാമപഞ്ചായത്തിലെ ഈ വർഷത്തെ ബജറ്റിൽ 1 കോടി രൂപ ഉൾപ്പെടുത്തി കോളനി നവീകരിക്കാൻ തീരുമാനിച്ചത്. PMAY പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് 4 ലക്ഷം രൂപ വീതം വീട് പണിയുന്നതിനായി ലഭിക്കും. 480 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വീടുകളാണ് പഞ്ചായത്ത് നിർമ്മിച്ചു നൽകുക. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OP ബേബിയുടെ നേതൃത്വത്തിലാണ് വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുക. 1973 MN ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഏതാണ്ട് 10 വീടുകൾ വളരെ ശോചനീയാവസ്ഥയിൽ ഇടിഞ്ഞു ചാടാറായ ഇരട്ട വീടുകളായിട്ടുള്ള ഒരു സാഹചര്യം കാണുകയും അതിൽ താമസിക്കുന്ന ആളുകളെ പറ്റി പഠിച്ചപ്പോൾ അവർ 10, 85, 90 വയസ്സായ പരസഹായമില്ലാത്ത മുന്നോട്ട് പോകാൻ കഴിയാത്ത ആളുകളും അതുപോലെ വിധവകളായ ആളുകൾ, ക്യാൻസർ രോഗികളായ ആളുകൾ ആണ് ഈ ഇടിഞ്ഞു വീഴാറായ ഏതാണ്ട് 50-53 വർഷം പഴക്കമുള്ള ഈ വീടുകളിൽ താമസിക്കുന്നത്. യാതൊരു മെയിൻ്റനൻസും ചെയ്യാത്ത ഈ 10 വീടുകളുടെ അവസ്ഥ കണ്ടപ്പോൾ ശരിക്കും ഇത്രയും പരിതാപകരമാണെന്നുള്ളത് മെമ്പർ ഈ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തി ഇവിടെ നേരിട്ട് വന്നപ്പോഴാണ് ബോധ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ശ്രമിച്ചപ്പോഴാണ് PMAY ഭവന പദ്ധതിയിൽ 10 വീടുകളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ ഇവിടെ 100 മീറ്റർ 150 മീറ്റർ അടുക്ക വരുന്ന ഈ ഉള്ളിലേക്ക് ഉള്ള ഭാഗത്ത് റോഡ് ഇല്ലാത്തൊരു സാഹചര്യം കൂടി ഉള്ളത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഏതാണ്ട് 15 ലക്ഷം രൂപയോളം റോഡ് നിർമ്മിക്കുന്നതിനും ബാക്കി 40 ലക്ഷം രൂപ 10 വീടിന് 4 ലക്ഷം രൂപ വെച്ചുള്ള പൈസയും എന്നാൽ പോലും അത് പൂർണ്ണമായിട്ടും പൂർത്തീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇപ്പം മാറാടി പഞ്ചായത്ത് ഉദ്ദേശിക്കുന്ന ഭരണസമിതി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ടൗൺഷിപ്പ് മാതൃകയിൽ ഈ 10 വീടുകൾ നിർമ്മിച്ച് റോഡ് ഉണ്ടാക്കി അവിടെ സ്ട്രീറ്റ് മെയിൻ വലിച്ച് എല്ലാ ആധുനിക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ കാര്യത്തിൽ ഏതാണ്ട് 1 കോടി രൂപയിൽ കുറയാത്തൊരു എമൗണ്ട് വേണ്ടി വരും. അപ്പോൾ അത് ഏത് വിധേനയും കണ്ടെത്തി ഇവിടെ ഈ വീടുകൾ ഒരു 6 മാസത്തിനുള്ളിൽ പുനഃസ്ഥാപിച്ച് ഇവരെ പുനരധിവസിപ്പിക്കണം എന്നാണ് പഞ്ചായത്തിൻ്റെ ഒരാഗ്രഹം. അപ്പോൾ ആ കാര്യത്തിൽ എല്ലാ പൊതുജനങ്ങളുടെയും ഒരു സപ്പോർട്ട് കൂടി ഉണ്ടെങ്കിൽ എളുപ്പം ഈ കാര്യം നടപ്പാവും. ഏത് വിധേനയും അത് നടപ്പാക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ബാക്കി വരുന്ന തുകയും പഞ്ചായത്ത് അധികൃതർ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. 12 അടി വീതിയിലുള്ള വഴിയും കുടിവെള്ളവും കറണ്ടും ഉൾപ്പെടെ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും നവീകരണം പൂർത്തിയാകുന്നതോടെ കോളനിയിൽ ലഭിക്കും. പഞ്ചായത്ത് അധികൃതരുടെ ഈ തീരുമാനം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 6 മാസം കൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് അതാത് വീടുടമസ്ഥർക്ക് താക്കോൽ നൽകുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ OP ബേബിയുടെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നത്. വാർഡ് മെമ്പർ രതീഷ് ചങ്ങാലിമറ്റം പ്രദേശത്തുള്ളവർക്ക് കുടിവെള്ളം ഉൾപ്പെടെ എത്തിക്കുന്നതിനുള്ള നടപടികൾ മുൻപ് സ്വീകരിച്ചിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രദേശത്തേക്കുള്ള റോഡ് നിർമ്മാണം നടത്തുക. ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും. ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങളും എല്ലാം യാഥാർത്ഥ്യമാക്കി MBITS. സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി MBITS എഞ്ചിനീയറിംഗ് കോളേജ്, കോതമംഗലം.